എന്താ എടുത്തി? എന്താ അന്വേഷിക്കുന്നേ? നെക്ലേസ് കാണുന്നില്ല ഏട്ടത്തി. ഏത് നെക്ലേസ് എടുത്തി? വരന്റെ വീട്ടുകാര് കാവ്യക്ക് വാങ്ങിക്കൊടുത്ത നെക്ലേസ് അല്ലേമേ. ആ 50 ലക്ഷത്തിന്റെ നെക്ലേസോ? അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള നെക്ലേസ് എവിടെ കൊണ്ട് കളഞ്ഞതാ? എവിടെയാ വെച്ചേ? ഈ പ്രശ്നം വരന്റെ വീട്ടുകാരറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ. നമ്മുടെ മാനം പോകും. പെട്ടെന്ന് അന്വേഷിക്കേ, വേഗം. അമ്മേ, നെക്ലസ് കാണാനില്ലെന്ന് അച്ഛനോട് പോയി പറയട്ടെ ഞാൻ. അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം വിഷമിക്കും. നിന്നെ എന്നെ വഴക്ക് പറയും. വരുന്ന ബന്ധുക്കൾ മുഴുവൻ അറിയുകയും ചെയ്യും. എന്റെ ഈശ്വര, ഒരു ശുഭകാര്യം നടക്കാൻ പോകുന്ന ഈ വീട്ടില് എന്ത് പരീക്ഷണം ഇത്? അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നെക്ലേസ് എങ്ങും പോയിട്ടുണ്ടാവില്ല. ഏട്ടാ, കാവ്യെ റെഡിയാക്കിയോ വസുന്ധര? ചെക്കന്റെ വീട്ടിലെ ആൾക്കാർ വരാൻ ഇനിയും സമയമുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണമെന്നാ? ഇന്നലെ ചെക്കന്റെ വീട്ടിൽ നിന്ന് നെക്ലസ് കൊണ്ടുവന്നില്ലേ, അതിപ്പോ കാണുന്നില്ല ഏട്ടാ. ആ നെക്ലസ് കാണാനില്ലെന്നോ? എന്തായി പറയുന്നേ? കളഞ്ഞു പോയെന്നാണോ? കളഞ്ഞു പോയതാണോ, ആരെങ്കിലും മനഃപൂർവ്വം എടുത്തതാണോന്നും അറിയില്ല. എന്താ വസുന്ധര പറയുന്നത്? വീട്ടിലാണെങ്കിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ആരെടുത്തോണ്ട് പോവാനാ? അതാര് വേണമെങ്കിലും എടുക്കാം. അതാരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. വീട്ടിലുള്ളവരെ തന്നെ സംശയിക്കുവാണോ? ഇപ്പൊ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാം. ഈ സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചെക്കന്റെ വീട്ടുകാർ വരുന്നതിന് മുൻപ് ആ നെക്ലസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഏട്ടാ. ഇപ്പൊ നമുക്ക് മുന്നിൽ സമയമൊന്നുമില്ല. അരമണിക്കൂറിന് മുന്നേ അത് കണ്ടെത്തണം. അല്ല, താൻ ആരെയാ സംശയിക്കുന്നത്? ഒരാളെ മാത്രമല്ല, ഇവിടെ നമ്മളെയും കൂടി ചേർത്ത് എല്ലാവരും സംശയിക്കണം. താൻ എന്തായി പറയുന്നത്? നമ്മളെ ആര് സംശയിക്കുന്ന? നമ്മളെ ഈ വീട്ടിലെ അംഗങ്ങളായി കാണാതെ വെറും അന്യരായിട്ട് നമ്മളെ കാണുന്നേ. നെക്ലസ് പോയ കാര്യം ഏട്ടൻ അറിഞ്ഞായിരുന്നോ? അമ്മയ്ക്കും ഭാവനേച്ചിക്കും സുമംഗലി ഇളമയ്ക്കും എനിക്കും കാവ്യയ്ക്കും മാത്രമേ അറിയൂ. അഖിലിനും കാർത്തികയ്ക്കും? അഖിലും കാർത്തികയും ഇതുവരെ താഴെ ഇറങ്ങി വന്നിട്ടില്ല. കുട്ടികൾ എവിടെ ഉണ്ട്? പുറത്ത് കളിച്ചോണ്ടിരിക്കുക. സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇതുവരെ എത്തിയിട്ടില്ല. വേലക്കാരാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ടില്ല. കാറ്ററിംഗിന്റെ ആൾക്കാരും ഇതുവരെ എത്തിയിട്ടില്ല. ആ നെക്ലസ് ആരായിരിക്കും എടുത്തത്? അത് തന്നെ നമ്മൾ ആലോചിക്കേണ്ടേ. ബോക്സിലിരുന്ന നെക്ലസ് കാണാതെ പോകണമെങ്കിൽ, രാത്രി ഉണ്ടായിരുന്നത് രാവിലെ കാണാതാകണമെങ്കിൽ, ഉറപ്പായിട്ടും ഇത് വീട്ടിലുള്ള ആരോ ചെയ്തത് തന്നെയാ. അരമണിക്കൂറിനുള്ളിൽ അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. നന്നായിട്ട് ആലോചിക്കണം.
നീ ഇത്ര അശ്രദ്ധ കാണിച്ചത് എന്തിനാ ഭാവനെ? 1-2 രൂപയൊന്നും അല്ല, 50 ലക്ഷത്തിന്റെയാ. ചെറുക്കന്റെ വീട്ടുകാർ എത്ര ആഗ്രഹത്തോടെയാ നിശ്ചയത്തിനിടാൻ വേണ്ടി ഇത് വാങ്ങിക്കൊടുത്തത്. അതിവിടെ ഇല്ലെന്നെങ്ങാനും അവരറിഞ്ഞ നമ്മൾ നാണം കെടേണ്ടി വരും. ഞാൻ വളരെ സൂക്ഷിച്ച അത് കാവ്യയുടെ കയ്യിൽ കൊടുത്തതമ്മേ. അവളും വളരെ സൂക്ഷിച്ച അത് ബ്യൂറോയിൽ വെച്ചത്. അതേ മുത്തശ്ശി, ആ നെക്ലസിന്റെ കാര്യത്തില് ഞാനായാലും അമ്മയായാലും കെയർലെസ് ആയിരുന്നില്ല. രാത്രി ഉണ്ടായിരുന്നത് പകല് കാണാനില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒറ്റ രാത്രി കൊണ്ട് നെക്ലേസ് കാണാതായി പോയെങ്കിൽ തീർച്ചയായും കള്ളൻ ഈ വീട്ടിൽ തന്നെ കാണും. വീട്ടിലെ കള്ളനെ ആർക്കും പിടിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ ഈ വീട്ടിൽ ആരാണാവോ ആ നെക്ലേസിൽ കണ്ണു വെച്ചത്. നീ ആരെക്കുറിച്ചാ പറയുന്ന കാർത്തിക? അബിയും വസുവിനെ കുറിച്ചാണോ? ഇവർക്ക് വേണ്ടി ചേട്ടൻ എന്തിനാ ഇത്രയും കിടന്ന് സംസാരിക്കുന്നേ? പണത്തിന്റെ ആവശ്യം ആർക്കാണോ ഉള്ളത് അവരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്, പിന്നെ ഇതിന് ഞങ്ങൾ നെക്ലേസ് മോഷ്ടിക്കണം? നിങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല. അമ്മയ്ക്കും സുമംഗല ആന്റിക്കും തീരെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് അപ്പോ നീ ഞങ്ങളെ സംശയിക്കുകയാണോ കാർത്തിക? ആ നെക്ലസ് ഞങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നേ? ആവശ്യക്കാരന് ഔചിത്യം ഇല്ലാന്നല്ലേ പറയാറ്? നുണ പറയാതെ സത്യം പറയാൻ ഇവിടെ ആരും ഹരിചന്ദ്രന്റെ ഫാമിലി ഒന്നും അല്ലല്ലോ. അബിയെയും വസുവിനെയും വെറുതെ സംശയിച്ച് അപമാനിക്കരുതക്കിൽ. നിങ്ങൾക്ക് ഈ സ്വത്ത് തന്നത് തന്നെ അവരാ. ഈ കല്യാണം നടക്കാനുള്ള കാരണവും അബി തന്നെയാ. അവരില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വത്തും കിട്ടില്ലായിരുന്നു, ഈ കല്യാണവും നടക്കില്ലായിരുന്നു. അവരാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേയില്ല. വീട്ടില് പുറത്തുനിന്നും ആൾക്കാർ വന്നതല്ലേ, അവര് വേണമെങ്കിലും ആകാലോ. അത് ആരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? കുറച്ചു സമയത്തിനുള്ളിൽ വരന്റെ വീട്ടുകാർ വരും. അവര് വരുന്നതിന് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാവർക്കും നാണക്കേടാ. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ എവിടെ നോക്കാതെ ഈ വീട്ടിലെ എല്ലാ മുറിയിലും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ മോഷ്ടിച്ചതാരാണെന്ന് കണ്ടുപിടിക്കാലോ. ഇപ്പൊ വീട്ടിലൊരു മോഷണം നടന്നുവെന്ന് വീട്ടിൽ വരാൻ പോകുന്ന ബന്ധുക്കൾക്ക് മനസ്സിലാവുകളയമേ. നമ്മുടെ മാനം പോവും. അപ്പോ നെക്ലസ് എങ്ങനെയായിട്ടാ കണ്ടുപിടിക്കുന്നേ? നെക്ലസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുടെ മുന്നിൽ നമ്മൾ നാണം കെടില്ലേ? അപ്പോ വരന്റെ വീട്ടുകാര് വരുന്നതിന് മുൻപ് 50 ലക്ഷം രൂപ കൊടുത്ത് അതുപോലുള്ള നെക്ലസ് വാങ്ങിക്കൊണ്ടുവരൂ ഏട്ടാ. പ്ലീസ് വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അങ്കിള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ രാജേഷ് പറയാറുള്ളത്. എങ്ങനെയെങ്കിലും നിന്റെ കല്യാണം നടക്കും, നീ വിഷമിക്കാതെ. ജയന്തി,
സമയത്തിനകം നിശ്ചയം നടക്കേണ്ട വീട്ടില് എന്താ ഒരു തർക്കം പോലെ? ആ അതൊന്നുമില്ലേട്ടാ. ചെക്കന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു, അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ? അല്ലാതെ നമ്മുടെ ഷഷ്ടിപൂർത്തി ദിവസം അഭിയും ബസുവിനെ അപമാനിച്ചതുപോലെ നിന്റെ രണ്ടു മക്കളും അതുപോലെ എന്തെങ്കിലും പണി ഒപ്പിക്കുകയാണോ? അങ്ങനൊന്നുമില്ലേട്ടാ. അവരെന്തിനാ അങ്ങനൊക്കെ ചെയ്യുന്നേ? ദാ നോക്ക്, ഞാൻ ഈ വിവാഹ നിശ്ചയത്തിന് വന്നത് നീ വിളിച്ചത് കൊണ്ടോ ഭാസ്കർ വിളിച്ചത് കൊണ്ടോ അല്ല, അഭിയും ബസുവും വിളിച്ചത് കൊണ്ടാ വന്നത്. ഷഷ്ടിപൂർത്തിയിടുന്ന സംഭവിച്ചതുപോലെ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. അഭിയുടെയും ബസുവിന്റെ അഭിമാനത്തിന് ചെറിയ ഒരു ക്ഷതം സംഭവിച്ചാൽ പോലും എന്റെ വേറൊരു മുഖമായിരിക്കും നിങ്ങൾ കാണുന്നത്. അവർക്കെന്തെങ്കിലും അപമാനമേറ്റാൽ ഈ കല്യാണം തന്നെ ഞാൻ വേണ്ടെന്ന് വയ്പ്പിക്കും. മംഗളകരമായി നിശ്ചയം നടക്കുന്ന നേരത്തെ എന്തിനാ ഇങ്ങനെ ഏട്ടാ? ഒരു പ്രാവശ്യം നടന്നത് വീണ്ടും വീണ്ടും അങ്ങനെ നടക്കുന്നുണ്ടോ? ഏട്ടൻ പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ, ചെറുക്കന്റെ വീട്ടുകാർ വരാറായി. വന്നേ. ദേ നോക്ക്, നെക്ലേസ് കാണാതെ പോയ വിവരം എന്തു വന്നാലും അദ്ദേഹം അറിയാൻ പാടില്ല. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നെക്ലേസിന് ഇപ്പൊ എന്താ ചെയ്യെടുത്തി? എല്ലാ മുറിയിലെയും ബാഗുകൾ പരിശോധിക്കണ്ടേ? നെക്ലേസ് എങ്ങനെ കിട്ടും? ആ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ചെറുക്കന്റെ വീട്ടുകാർ വരുന്നതിന് മുമ്പേ ആ നെക്ലേസ് നമുക്ക് കണ്ടുപിടിക്കാം. വീണ്ടും ഒന്നുകൂടി വീട് മുഴുവൻ അന്വേഷിക്കാം. വന്ന ബന്ധുക്കൾ പോലും ഈ കാര്യം അറിയരുത്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കല്യാണ നിശ്ചയം നടക്കണം. വേഗം ചെല്ല്. പ്രശ്നം തീരാതെ വിവാഹ നിശ്ചയം എങ്ങനെ നടക്കും? ആ കാര്യം നിന്റെ അമ്മ മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. ആ ബാഗുകളൊക്കെ പരിശോധിച്ച ഒരു ജോലി തീരുമല്ലോ. നെക്ലേസ് വസു എടുത്തതുപോലെ അവളെ കള്ളിയാക്കുകയും ചെയ്യാം. എനിക്കൊരു 10 ലക്ഷം കിട്ടും. ഇപ്പോഴാണെങ്കിൽ ചേട്ടനും വന്നു. ഇനി എന്തു നടക്കോ എന്തോ. ഉറപ്പായിട്ടും ഇത്തവണയും നമ്മളെ അപമാനിക്കാൻ വേണ്ടി ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നതാ. എന്താ ഏട്ടാ ചെയ്യാ? ഇതെനിക്ക് വിട്ടേക്ക് വസുന്ധര, ഞാൻ നോക്കിക്കോളാം. അമ്മ പറഞ്ഞതുപോലെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ നോക്കണം. നമസ്കാരം. 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 രാജേഷിന്റെ വീട്ടുകാർ വന്നല്ലോ. നെക്ലസിനെ പറ്റി ചോദിച്ച ഞാൻ എന്താ ഇപ്പൊ പറയാ? ഇത് എന്റെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. അഭിരാമനെ പോലൊരു മകനെ ജനിപ്പിച്ച നിങ്ങൾ മഹാപുണ്യവാനാണ്. അതെ, അഭിറാം എന്ന ഒരു മകൻ മാത്രമായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഭാഗ്യവാനായിരുന്നേനെ.
ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ? നിങ്ങൾ പറഞ്ഞത് സത്യാണെന്ന് പറയാ. ഓ, നിങ്ങളെപ്പോലെ ഉയർന്ന മനുഷ്യരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് അഭിരാം. ഇത് ശരിക്കും ഞങ്ങളുടെ മുൻജന്മ പുണ്യമാ. അല്ല, അന്ന് നിശ്ചയത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ. ഞാൻ ഇവിടെ അല്ല താമസം. നല്ലത് കൃഷിയും മാടുകളുമായിട്ട് കഴിയുന്നതാ ഭേദം. അതുകൊണ്ട് ഞാനിപ്പോ നാട്ടിലാണ്. എന്തായി പറയുന്നേ? ഞങ്ങളുടെ അച്ഛന് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾ നിൽക്കാൻ പറഞ്ഞാലും അച്ഛൻ നിൽക്കില്ല. അഭിരാമിനെ പോലൊരു മകന്റെ കൂടെ ഒരു ഭയവുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. അത് ശരിയാണ്. അഭിയോടൊപ്പമാണെങ്കിൽ വളരെ സമാധാനമായിട്ട് ജീവിക്കാം. പിന്നെ എന്താ നാട്ടിൽ നിൽക്കുന്നേ? പുറത്തേന്ന് നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വരൂ. ആ ദേ ജോൾസിനും വന്നല്ലോ. വന്നാലും ജോൾസിനെ. സാർ, മുഹൂർത്തത്തിന് ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഇപ്പൊ രാഹുകാലം നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാല് ഉടനെ ആരംഭിക്കാം. ശരി ജോത്സ്യരെ, ഈ കല്യാണം നടക്കുന്നതിനുള്ള കാരണക്കാരൻ അഭിരാമാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. അഭിരാമിനെ പോലെ ഒരു മകനുണ്ടായിരുന്നാൽ മതി. അതെ, 100 കൗരവർക്ക് പകരമായി ഒരു അഭിറാം മതിയാകും. അവനോട് സ്നേഹവും ബഹുമാനവും കാണിക്കാത്തവർ ആരും തന്നെയില്ല. വന്നത് മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല തമാശ പറയാണല്ലോ. അദ്ദേഹം എപ്പോഴും അങ്ങനെയാ. ഇവിടെ നിൽക്കാതെ എല്ലാരും അകത്തേക്ക് വരൂ. എന്താ ചെയ്ത്? അവരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്താനാണോ ഭാവം? അതിന് നിനക്കൊക്കെ നാണം ഉണ്ടോടാ? ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടൂ. അച്ഛൻ ഈ നിശ്ചയത്തിന് പങ്കെടുക്കാൻ വന്നതാണോ അതോ മുടക്കാൻ വേണ്ടി വന്നതാണോ? ഇതൊക്കെ കണ്ടിട്ട് വിവാഹം മുടക്കാനായി ധാരാളം പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ കൂട്ടത്തിൽ നീ ഇല്ലല്ലോ അല്ലേ? എല്ലാവരും എന്നെ തന്നെ പറയേ. എല്ലാവർക്കും ഞാൻ തന്നെയാണ് കുറ്റക്കാരി. എല്ലാം നമ്മുടെ സംസാരവും പ്രവൃത്തിയും പോലെ ഇരിക്കും കുഞ്ഞെ. അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് കാണിച്ചാൽ മതി. അല്ലാതെ അച്ഛൻ ചുമ്മാ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ വെറുതെ നാണം കെടുത്തരുത്. അപ്പൊ നിങ്ങളെ ബഹുമാനിച്ച അവന്റെ അവസ്ഥ എന്താ? നിങ്ങൾ അവൻ എന്ത് ബഹുമാനമാണ് കൊടുക്കുന്നത്? എന്താ ഏട്ടാ ഇത്? വീട്ടിലെ മുതിർന്ന ആളായിട്ടും ചെറുക്കന്റെ വീട്ടുകാരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത് ജയന്തി? ഇവരെല്ലാം തെമ്മാടികളാ. അഭി മാത്രമാണ് ഉയർന്നവനെന്ന് എല്ലാരും അറിയട്ടെ എന്നേ. എന്നാ പിന്നെ ചെന്ന് പറയച്ചാ, ഈ വിവാഹ നിശ്ചയത്തിന് അങ്ങ് മുടങ്ങട്ടെ. ഈ സ്വത്തെല്ലാം ഇയാളാണ് തന്നതെന്നും ഞങ്ങളുടെ പേരിൽ ഒന്നുമില്ലാന്നും റോഡിലെ പിച്ചക്കാരാണെന്നും അവരോട് പോയി പറഞ്ഞു കൊടുക്കും. അച്ഛാ, ഞാൻ അച്ഛനോട് വരാൻ പറഞ്ഞത് കാവ്യ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. പ്ലീസ്, അച്ഛൻ എന്നോട് ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ അത് അഖിലിനും ഏട്ടനും ഒരു പ്രശ്നമാവരുത്. ഈ വിവാഹ നിശ്ചയം നന്നായി നടക്കട്ടെ. ഇത് ഭംഗിയായി തന്നെ നടക്കണം. അതെ ഏട്ടാ, ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്ക്. ഏട്ടനോട് അപേക്ഷിക്കാൻ ഞാൻ. ഈ നിശ്ചയം നന്നായിട്ടൊന്ന് നടക്കട്ടെ. ഏട്ടനൊന്ന് ക്ഷമിക്ക്. അനു നിക്ക്, നമുക്ക് പുറത്തു പോയി കളിക്കാം. കീർത്തി,
വീട്ടിലിരുന്ന് കളിക്കാനായി നീ ബോള് കൊണ്ടുവന്നില്ലേ? അതെവിടെ വെച്ചു? അമ്മയുടെ ബാഗിൽ തന്നെ ഉണ്ടത്. ബാഗ് എവിടെയാ ഇരിക്കുന്നേ? അതാ അവിടെ തന്നെ ഉണ്ട്. കീർത്തി, എന്താ ഇത്? അമ്മയുടെ നെക്ലസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് അമ്മ ഇടാതെ എന്തിനാ ബാഗിൽ വെച്ചേക്കുന്നേ? അറിയില്ല, ഇങ്ങത്താ. എനിക്ക് ചേരുന്നുണ്ടോ? കൊള്ളത്തില്ല, അതേ എനിക്കേ ചേരത്തുള്ളൂ.